അപ്പം നല്ലതുപോലെ വെന്ത് കുഴഞ്ഞ കപ്പയിലേക്ക് ഇതുപോലെ ഇങ്ങനെ കോരി അങ്ങോട്ട് വെക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു അന്തസ്സല്ലേ അല്ലേ? നോക്കി പേടിപ്പിക്കണ്ട ഉണ്ണിയെ, നീ തന്നെയാ കറിയായത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കണ്ടല്ലേ, നല്ല നാടൻ കോഴി കൊണ്ട് ഒരു അടിപൊളി നാടൻ കോഴി പുരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു ചങ്ങാതി കൂടെ വന്നിട്ടുണ്ട്, ഷമീറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഷാജിക്കയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് നാടൻ കോഴിയൊക്കെ ആയിട്ടാണ് നമ്മളെ ബംഗാളികൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ടിട്ട് നമുക്കിന്നൊരു നല്ല അടിപൊളി നമ്മുടെ തനി നാടൻ കോഴി പുരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ഈ കോഴിയെ നമ്മളെ തൊലി വിരിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്, പണ്ട് നമ്മളെ പഴയ സ്റ്റൈലിൽ ചെയ്യാൻ അല്ലേ, പഴയ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിതിൻ്റെ പൂടയൊക്കെ പിന്നെ റെഡിയാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ പണിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പം നാടൻ കോഴിയുടെ പൂട പിന്നിൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൂട് വെള്ളത്തിലൊക്കെ മുക്കിയെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ കോഴിയുടെ പപ്പും പൂട എല്ലാം നല്ലതുപോലെ പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു നല്ല തീയൊക്കെ ഇട്ടിട്ട് നല്ല ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ ഇനി പൊഴിയാനുണ്ടെങ്കിൽ നമ്മളെ കൈ കിട്ടാതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കരിഞ്ഞു പോകും. നമുക്ക് ഈ തീയിലേക്ക് കാണിച്ചതിന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ആ സംഗതി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിയുടെ ക്ലീനിങ്ങിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ്. അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ അല്പം വെള്ളം കൂടെ തളിച്ചുകൊണ്ട് നമുക്ക് ഈ കോഴിയുടെ പുറത്തേക്ക് നല്ലതുപോലെ കൈകൊണ്ട് അമർത്തി ഒന്ന് ഉരസുമ്പോഴേക്കും തന്നെ നല്ലതുപോലെ ഇതിനെ വൃത്തിയാക്കിയിട്ട് നമുക്ക് നല്ലതുപോലെ തേച്ചെടുത്തിട്ടുണ്ട്. അപ്പം മഞ്ഞളൊക്കെ തേച്ച് നമ്മുടെ നാടൻ കോഴി നല്ല സുന്ദരനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചങ്ങാതി കൂടെ ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. നമ്മുടെ വിനോദിനെ എല്ലാവർക്കും അറിയാം. വിനോദിനെ നമ്മളെല്ലാ വീഡിയോയിലൊക്കെ വരാറുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ കോഴി ഏകദേശം മഞ്ഞളൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊന്ന് കുളിപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ ഇതിനെ കംപ്ലീറ്റ് അഴുക്കും. ഇതിനെ പുറത്തുണ്ടായിരുന്ന എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിലോ പൊടിയോ അഴുക്കോ എന്തുണ്ടെങ്കിലും പോകത്തക്ക രീതിയിലാണ് നല്ലതുപോലെ നമുക്ക് വെള്ളത്തിൽ ഇതിനെ കഴുകിയെടുക്കാം. അപ്പോൾ ഇനി ഇതിനെ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഴി കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ചങ്ങാതി മിടുക്കനാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നമ്മുടെ പുരട്ടിന് ആവശ്യമായ രീതിയിൽ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്കതിനെ കഴുകിയെടുക്കാം. ഒരു 3 വെള്ളമോ 4 വെള്ളം ഒക്കെ വേണമെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ നമുക്ക് കഴുകി ഊറ്റി വെള്ളം തോരാനായിട്ട് വയ്ക്കാം. ചിക്കൻ നല്ലതുപോലെ വെട്ടി 2-3 വെള്ളം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തൊലിയോട് കൂടിയ പീസാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ പുരട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളിതിലെല്ലാം പുരട്ടി, അതായത് നമ്മൾ എടുക്കുന്ന മസാലയുടെ ഏകദേശം പകുതി ഭാഗത്തോളം നമ്മളിതിൽ ആദ്യം തന്നെ പുരട്ടി വെക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും ഒരു പകുതി നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയോടൊപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ഇതിനാവശ്യമായ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. ഇനി മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. മുളക് പൊടി ഒരു 3 സ്പൂണോളം നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. എരിവൊക്കെ നിങ്ങളുടെ അനുസരിച്ചാണ്. ഇത് കാശ്മീരി ചില്ലിയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്, നല്ല കളറൊക്കെ കിട്ടും. ഇനി മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർക്കാം. അതിൻ്റെയും ബാക്കി നമ്മൾ പിന്നീട് ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 സ്പൂൺ ഗരം മസാല കൂടെ നമ്മൾ ചേർക്കുന്നു. പിന്നെ നമ്മൾ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് നമ്മുടെ ഈ ചിക്കൻ പുരട്ടിന് ആവശ്യമായ ഉപ്പ് മൊത്തത്തിൽ പാകത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ ചേർക്കുകയാണ്. ചേർത്ത് ഇതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് അമർത്തി ഒന്ന് ഞെരടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത്. ഒരു അരമണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു 15 മിനിറ്റെങ്കിലും ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ആ സമയത്തിന് നമുക്ക് അടുപ്പെല്ലാം കത്തിച്ച് അതിൻ്റെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് നീങ്ങാം. ഇതിവിടെ ഇരുന്ന് അപ്പോൾ നമ്മുടെ അടുപ്പെല്ലാം കത്തി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുരട്ടുണ്ടാക്കുന്നതിനുള്ള പാത്രം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രമൊക്കെ ചൂടാകുമ്പോഴത്തേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. നല്ല തനി നാടൻ വെളിച്ചെണ്ണയിൽ നമ്മൾ കടുകൊക്കെ വറുത്താണ് നമ്മൾ ഇന്ന് നാടൻ കോഴി പുരട്ടുണ്ടാക്കുന്നത്. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറമുളകും കൂടെ നമുക്ക് അതിലേക്ക് അങ്ങ് വാരിയിട്ട് കൊടുക്കാം. അതുപോലെ വൻ സ്ഫോടനമൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി ഇടുന്നത് 1 കപ്പ് ചെറിയ ഉള്ളിയാണ്. ഒരു കപ്പ് ചെറിയ ഉള്ളിയാണ്. ഒരു 10-20 ചെറിയ ഉള്ളി മാത്രമേ വരൂ. അത് അരിഞ്ഞതാണ്, ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ഉള്ളി മാത്രമാണ് നമ്മൾ ഈ പുരട്ടി ചേർക്കുന്നത്. നമ്മൾ സവാളയൊന്നും ഒരല്പം പോലും ചേർക്കുന്നില്ല.
പിന്നെ ഈ ഉള്ളി എന്ന് പറയുന്നത് ഉള്ളി നല്ലതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ അത് ഏകദേശം ഒന്ന് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് തേങ്ങ ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ കൂടെ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരേ സമയത്ത് തന്നെ നമുക്ക് ഗോൾഡൻ കളറിലേക്ക് ആയി കിട്ടും. അപ്പോൾ അതായി വരുമ്പോഴേക്കും നമുക്ക് ഇനി കുറച്ച് പച്ചമുളക്, ഒരു 8-10 പച്ചമുളക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ പച്ചമുളക് കൂടെ അതിലേക്ക് ഇട്ടു. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി, നമ്മൾ ആദ്യം എടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുകൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി വരുമ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നല്ല മഞ്ഞൾപ്പൊടിയുടെ കളറൊക്കെ കണ്ടാ വരുന്നില്ലേ. അപ്പോൾ ആ ഉള്ളിയൊക്കെ മൂത്തതിൻ്റെ ഒരു നല്ല മണം നമുക്കങ്ങ് മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം പിടിച്ച് റെഡിയായി സെറ്റായിരിക്കുന്ന ചിക്കൻ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് വാരി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത, നമ്മളിതിൽ ഒരു അല്പം പോലും വെള്ളം നമ്മൾ പുറത്തുനിന്ന് ചേർക്കുന്നില്ല. നമ്മൾ ചിക്കനൊക്കെ കഴുകി നല്ലതുപോലെ ഊറ്റി റെഡിയാക്കി വെച്ചിരുന്നതാണ്, വെള്ളം ഇല്ലാതെ. അപ്പോൾ ഈ ചിക്കനിലെ വെള്ളം, അല്ലെങ്കിൽ ഈ നാടൻ കോഴിയാണ്, അതിൻ്റെ നെയ്യൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിന്നാണ് ഇത് വേകുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ പുറത്തുനിന്ന് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആദ്യമൊക്കെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുകയും അതുപോലെ തന്നെ അടച്ചു വെച്ച് വേവിക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഇത് ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കാം. അടച്ച് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഉള്ളൊരു മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കണം. നമ്മൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നമ്മൾ പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയാണ്, അല്ലെങ്കിൽ വറുത്താണ് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. നമുക്ക് ആ പണിയിലേക്ക് പോകാം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് പൊടികളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു അല്പം വെളിച്ചെണ്ണ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മളൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. നമ്മളതിൻ്റെ നേർപകുതി നമ്മൾ ആദ്യമേ തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്തു. അതുപോലെ തന്നെ നമുക്ക് 1 സ്പൂൺ ഗരം മസാല കൂടെ ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ചേർക്കാം. ചേർത്തതിന് ശേഷം നമുക്ക് ഉലുവപ്പൊടിയാണ്, ഉലുവ പൊടിച്ച് വെച്ചിരുന്നത്, നമുക്കൊരു 1/2 സ്പൂൺ ഉലുവപ്പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്ന കുരുമുളകാണ്. കുരുമുളകൊക്കെ കൂടുതൽ ചേർക്കണം, എന്നാലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ മാത്രമേ ഒഴിക്കാവൂ. അപ്പോൾ അതുപോലെ വറുത്ത് നല്ലൊരു ഡാർക്ക് കളർ ആവുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. പിന്നെ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകാതിരിക്കണം. കരിഞ്ഞു പോയാൽ നമ്മൾ കറിയുടെ ടേസ്റ്റ് തന്നെ പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിന് മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 3/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാർ ചെയ്തെടുത്ത മസാലക്കൂട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആ പൊടികൾ മുഴുവനായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് ഇനി നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കുറച്ച് നാടൻ കറിവേപ്പില കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ നാടൻ കോഴി ആയതുകൊണ്ട് അതിൻ്റെ നെയ്യൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ തൊലി ഉൾപ്പെടെ ഉള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ട് ഇച്ചിരി ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ വറ്റി ഡ്രൈ ആയിട്ട് തന്നെ വരണം. അപ്പോൾ നമ്മുടെ ഈ പാത്രം എന്ന് പറയുന്നത് വറ്റി വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു പാത്രമാണെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് റെഡിയാക്കി. അതുകൊണ്ട് പാത്രം ഒന്ന് മാറുകയാണ് നമ്മൾ. ഇപ്പോൾ പാത്രമൊക്കെ മാറി ഒന്ന് നിരത്തിയിട്ട് നല്ല ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി അടി പിടിക്കാതെ നമ്മൾ ഇളക്കി ഇതിനെ നല്ലതുപോലെ വറ്റിച്ച് ആണ് എടുക്കുന്നത്. അപ്പോൾ ആ മസാലകളെല്ലാം ആ ചിക്കനിലേക്ക് നല്ലതുപോലെ പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പിരട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് തീയൊക്കെ അണയ്ക്കാം, നമുക്ക് അടുപ്പൊന്ന് മാറ്റാം. നമ്മുടെ പിരട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. കണ്ടോ, ഇതുപോലെ കിട്ടും. അപ്പോൾ ഒത്തിരി ചൂട് കപ്പയുമായിട്ടാണ് നമ്മൾ ഇന്ന് ഇത് കഴിക്കാൻ പോകുന്നത്. കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിക്കൻ പെരട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള മറുപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഷമീറാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഷമീർ. ഷമീർ മിലിറ്ററിയാണ്, അപ്പോൾ ലീവിനുണ്ടായിരുന്നു, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പുള്ളിയാണ് നമ്മുടെ ഈ വീഡിയോയുടെ തന്നെ സ്പോൺസർ എന്ന് പറഞ്ഞെങ്കിലും പറയാം. അപ്പോൾ പുള്ളി, അപ്പോൾ കപ്പയാണ് നമ്മൾ ഇന്നതിൻ്റെ കോമ്പിനേഷനായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷാജിക്കയുടെ ഉണ്ട്. ഷാജിക്കോടെ വാ. അപ്പോൾ ഷാജിക്ക നമ്മുടെ സ്വന്തം അയൽവാസി കൂടിയാണ്. നമ്മുടെ കുറച്ച് അടുത്ത് തന്നെ താമസിക്കുന്ന ഷാജിക്കയാണ്. പിന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ സ്വന്തം അളിയനും കൂടെയാണ്. അതായത് നമ്മുടെ മൊത്തത്തിൽ നമ്മൾ ടോട്ടൽ അളിയനാണ് മൊത്തത്തിൽ ഷാജിക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, സൂപ്പറാണ് അല്ലേ? അപ്പോൾ നാടൻ കോഴി പെരട്ടാണ്. അപ്പോൾ നല്ല വെന്ത് കുഴഞ്ഞ കപ്പയിലേക്ക് നാടൻ കോഴി പെരട്ട് കോരി വെക്കുമ്പോൾ തന്നെ കാണാൻ തന്നെ ഒരു അന്തസ് തന്നെ അല്ലേ. എന്താ ഒരു രുചിയായിരിക്കും എന്നറിയാമോ ഇത്.
അപ്പോൾ നമുക്കിതൊന്നിങ്ങനെ ഒന്ന് കഴിച്ച് നോക്കാന്നേ. ബൈജു, എന്താ നമ്മളെ മക്കളല്ലേ എന്നും ആദ്യം ടെസ്റ്റ് ചെയ്യും. അതെ അതെ. അപ്പൊ അവരെ തന്നെ ആദ്യം വിളിക്കാം നമുക്ക്. അഭിനന്ദനെ ആദിലക്ഷ്മി. അഭിനന്ദു ആദിലക്ഷ്മി വന്നോ. ഈ പീസ് കൊടുക്ക. അപ്പോൾ കഴിച്ചു നോക്കാം. എല്ലാവരും മക്കളിവിടെ കഴിക്കും, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കഴിച്ചു നോക്കാം. ഞാൻ അഭിപ്രായം ഒന്നും പറയത്തില്ല. കഴിച്ചിട്ട് ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. അടിപൊളിയായിട്ടുണ്ടല്ലേ, സൂപ്പറല്ലേ, നല്ല ടേസ്റ്റ്, സൂപ്പറായിട്ടുണ്ട്. നമ്മളെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അല്ലേ? അതെ. ആ ചിക്കനൊക്കെ എങ്ങനെ വെന്തിട്ടുണ്ടെന്ന് നോക്കാം. ക്യാമറ വരട്ടെ. നല്ല ടേസ്റ്റ്. ഇതാ ഈ ഒരു പീസ് നമുക്ക് കണ്ടല്ലേ, നമുക്ക് കൈ കൊണ്ടതാ ഇതുപോലെ അടർത്തി നല്ലതുപോലെ ഇങ്ങനെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ആ ഒരു ചിക്കൻ്റെ പീസും ഇച്ചിരി ഒന്ന് കപ്പയും അതിൻ്റെ ഒരു സ്വല്പ ഗ്രേവി, ഒരു പെരട്ടാണ്. നമ്മളെ അമിതമായിട്ട് ഗ്രേവിയൊന്നും ഇല്ല, നല്ലതുപോലെ വറ്റി റെഡി ആയിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്തതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ ഇതുപോലെ വെരി ഗുഡ്. അങ്ങനെ പൊളിച്ചിട്ടുണ്ട് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ടേ? ആദിലക്ഷ്മിക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. ആദിലക്ഷ്മി സ്ഥിരം പറയാറുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിലേ പറയാനുള്ളൂ, ഇല്ലെങ്കിൽ മോശമാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിക്കൻ പെരട്ട് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. ഓക്കെ, ബൈ ബൈ. ടാറ്റയോടെ കൊടുക്കാം കേട്ടോ. ഓക്കെ. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.